ഈ പരിപാടിയുടെ സംഘാടകരായ SIOവിൻ്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുന്നു. അതുപോലെ ഈ പരിപാടിയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമൊക്കെയായ KK ബാബുരാജിനോട് നന്ദി രേഖപ്പെടുന്നു. യഥാർത്ഥത്തിൽ ബാബുരാജേട്ടനുമായുള്ള ഒരു ബന്ധം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് എൻ്റെ തന്നെ പലതരത്തിലുള്ള ജീവിത ചിന്തയെ പുതുക്കിപ്പണിയുന്നതിന് നിതാന്തമായി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മുത്തങ്ങ വെടിവെപ്പിൻ്റെ തൊട്ട് തലേന്നത്തെ ദിവസം മുത്തങ്ങയിലുള്ള അമ്പുത്തിയിലുള്ള ആദിവാസി ഭൂസമരത്തിൻ്റെ സെറ്റിൽമെൻറ്റിൽ താമസിക്കുകയും വെടിവെപ്പിൻ്റെ തൊട്ട് മുമ്പ് ആദിവാസി സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്ത 3 സുഹൃത്തുക്കൾ, ഞാനടങ്ങുന്ന 3 സുഹൃത്തുക്കൾ, ലിജു, സാദിഖ്, ഞാൻ അടങ്ങുന്ന സുഹൃത്തുക്കൾ മുത്തങ്ങയുടെ ഭൂമിയുടെ രാഷ്ട്രീയവും അതേപോലെ കീഴാള സാംസ്കാരികതയുടെ സാധ്യതകളെക്കുറിച്ചും ബഹുജനങ്ങളെ അറിയിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മാഗസിൻ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ മാഗസിൻ എഡിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് KK ബാബുരാജ്, KK കൊച്ച്, സലീം കുമാർ, അതേപോലെ സണ്ണിയം കബിക്കാട്, CK ജാനു, ഗീതാനന്ദൻ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി. ഈ പുസ്തകത്തിൻ്റെ എഡിഷന് വേണ്ടി അങ്ങനെ പുസ്തകത്തിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ അധ്യാപകനായിരുന്ന ഡോമി J മോറിസ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം അസാമാന്യമായ രീതിയിൽ നൈതിക ബോധ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബാബുവേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ബാബുവേട്ടനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ബാബുവേട്ടൻ പറഞ്ഞു, ഞാൻ ഭാഷയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഖനത്തിൻ്റെ പേര് ഭാഷ അന്യം വിഷയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ ബലാബലങ്ങളെക്കുറിച്ചിട്ടുള്ള അതീവമായ ഉൾക്കാഴ്ചയുള്ളൊരു ലേഖനമായിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ പുസ്തകത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ബാബുവേട്ടനെ കാണുന്നത് ഇതിനെപ്പറ്റി പറയാം. അതായത് ഒരു ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതായത് എറണാകുളത്ത് മാരുതി വിലാസ് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജുണ്ട്. ആ ലോഡ്ജിൽ വെച്ചിട്ട് ഉപജാതികൾക്കപ്പുറത്തുള്ള ഒരു ദളിത് സമുദായ സംഘത്തിൻ്റെ രൂപീകരണത്തിന്, ഒരു കൂട്ടായ്മയുടെ രൂപീകരണത്തിനെ പറ്റിയുള്ള പ്രാഥമികമായ ചർച്ച നടക്കുന്നുണ്ട്. സങ്കുചിതവാദത്തിനും മൗലികവാദത്തിനും അപ്പുറത്ത് നിരവധി ബഹിഷ്കൃതരായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആലോചിക്കുന്നത്, നീ വരികയാണെങ്കിൽ നല്ലതായിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ കയറി രാവിലെ അവിടെ എത്തി. അപ്പോൾ മാരുതി വിലാസൻ ലോഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിലയിലുള്ള ഒരു പുരാതനമായ ലോഡ്ജാണ്. ഈ ലോഡ്ജിൻ്റെ തറകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതും ചുമരുകൾ പൂപ്പൽ നിറഞ്ഞതൊക്കെ ആയിട്ടുള്ള ഒരു പ്രാകൃത ലോഡ്ജ്. ഇവിടെ അന്ന് നക്സലൈറ്റുകളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ദളിത് സമുദായ പ്രവർത്തകരുടെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. ആദിവാസി ഭൂസമരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതേപോലെ തെരുവ് കച്ചവടക്കാർ താമസിക്കുകയും പിന്നെ ലൈംഗിക തൊഴിലാളികൾ
പലപ്പോഴും താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക, തീർത്തും പുറമ്പോക്കിലുള്ള ഒരു ഭൂമിശാസ്ത്രവും ഒരു രൂപഘടനയുള്ള ഒരു പ്രദേശം. അപ്പം അവിടെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി അതിൻ്റെ ഏകദേശ അജണ്ടയിൽ ഒരു ധാരണയായിട്ട് പുറത്തു വന്ന സമയത്ത് ബാബുവേട്ടനോട് ഞാൻ ചോദിച്ചു, ബാബുവേട്ട, ഈ ഇന്ന് ഇപ്പോൾ ബ്രാഹ്മണികമായിട്ടുള്ള സാംസ്കാരിക ദേശീയതവാദം വളരെ ശക്തി ആർജിക്കുകയും അത് സാംസ്കാരിക ദേശീയവാദം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഭരണകൂട അധികാര രൂപമായിട്ട് പരിവർത്തനപ്പെടുകയും ചെയ്തിട്ടുള്ള സന്ദർഭമാണ്. അത് ജുഡീഷ്യറി, പാർലമെൻറ്റ്, മീഡിയ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സർവശക്തമായിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് എതിർക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ, മൂപ്പര് ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ചുമര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പറഞ്ഞു, ചിലപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റി എന്ന് വരില്ല, നമുക്ക് ശ്രമിക്കാം, ചെറിയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞ്, ഒരു കരിക്കട്ട കിട്ടുകയാണെങ്കിൽ നമ്മളുടെ വിമർശനങ്ങളും നമ്മളുടെ പ്രയോഗങ്ങളും നമ്മളുടെ വിശദീകരണങ്ങളും നമ്മളുടെ അവകാശങ്ങളും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് പൂർണ്ണമായ നിരാശയിൽ ആയിരുന്ന ഞാൻ, അതായത് മുത്തങ്ങ വെടിവെപ്പിന് ശേഷം അസാമാന്യമായിട്ടുള്ള സാംസ്കാരിക പ്രതിസന്ധി വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികമായ ഉയർച്ചയിലേക്ക് വരികയാണ്. ഈ ഉയർച്ചേൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിച്ചം പുറത്തുനിന്ന് വരികയും ഇരുട്ട് പോവുകയും ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ ഒരു ഇരുട്ട് മുറിയിൽ നിൽക്കുമ്പോൾ കുറേ നേരം നിൽക്കുന്ന സമയത്ത് ആ ഇരുട്ടത്ത് സാവധാനത്തിൽ വെളിച്ചം അരിച്ചരിച്ച് വരുന്ന പോലുള്ളൊരു അവസ്ഥ ഉണ്ടാവും. അപ്പം അതേ തരത്തിലുള്ളൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിലെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാഥമികമായി ഉണ്ടാവുന്നത് അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിൽ എവിടെ നിന്നോ ഇരുട്ടിൻ്റെ തന്നെ വെളിച്ചം ഉണ്ടാകുന്ന ഒരനുഭവമായിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ നമുക്ക് പരിശോധിക്കാം. ഉള്ളടക്കം 3 തരത്തിലുള്ള കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നതായി പ്രാഥമികമായി എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രാഹ്മണികമായിട്ടുള്ള ഒരു സാംസ്കാരിക ദേശീയത ഒരു ഭരണകൂട രൂപം പ്രാപിക്കുകയും അത് മുസ്ലിങ്ങൾക്ക് മുകളിലും കീഴാള ബഹുജന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് മുകളിലും പ്രകൃതിക്ക് മുകളിലും സവിശേഷമായ ആധിപത്യം പുലർത്തുകയും മുസ്ലിങ്ങളെപ്പോലെയും ദളിതരെ പോലുള്ള വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തെ തുറന്നു കാട്ടുന്ന ഈ സാഹചര്യത്തിൻ്റെ രാഷ്ട്രീയ ധ്വനികളെ, ഇത് ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഫാസിസത്തിന് അപ്പുറത്തുള്ള ഒരു അസാധ്യതയുടെ പ്രശ്ന മേഖലയായിരിക്കുന്നത് എങ്ങനെയാണ് തുറന്നു കാട്ടുന്ന ലേഖനങ്ങളാണ്. അപ്പം തന്നെ ഇതിൻ്റെ എന്താ പറയുക, സർവാധിപത്യ സ്വഭാവത്തെ വിശദീകരിക്കുമ്പോൾ, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് പോലെ പൗരത്വ ഭേദഗതി നിയമം, അതേപോലെ പിന്നെ കീഴാളരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ എടുത്തു കളയുന്ന നിയമങ്ങൾ, കാർഷിക ബില്ല്, അതേപോലെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ചൂഷണ പരമായിട്ടുള്ള സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾ കുറിച്ചിട്ടുള്ളതാണ് കുറേ ലേഖനങ്ങൾ, അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ. ആ സമയത്ത് തന്നെ ഈ യഥാർത്ഥത്തിൽ ദേശീയതയെ ലോകം കാണുന്നത് യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ ഒരു പ്രഭാവമായിട്ടാണ്. അതായത് ദേശീയത എന്ന് പറയുന്നത് പലപ്പോഴും ആധുനികമായ ഒരു ലോകബോധമാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച്, ജ്ഞാനോദയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ പുറത്തു നിന്നുള്ള ഒരു വെളിച്ചം ശക്തമായിട്ട് അടിക്കുകയും ആ ജനത
പ്രത്യേക തരത്തിൽ ഉണർവ് കൈവരിക്കുകയും ചെയ്യുന്ന, പലതും കാണാത്തത് പലതും കാണുകയും പുതിയൊരു ഉൾക്കാഴ്ച രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ ദേശീയതയെക്കുറിച്ചുണ്ട്. എന്നാൽ ദേശീയതയുടെ വെളിച്ചം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോവുകയും യഥാർത്ഥത്തിലുള്ള നൈതികമായ രാഷ്ട്രീയ ശബ്ദങ്ങൾ അസന്നിഹിതമാവുകയും ചെയ്ത ഒരു ഘട്ടമാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലുണ്ടായത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ബലാബലത്തിന് എതിരായിട്ട് ബാബുവേട്ടൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള കീഴാളമായ ധാരകളുടെ വീണ്ടെടുപ്പാണ്. അത് ഈ സാമൂഹ്യ വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള വ്യക്തികൾ, അതായത് സോഷ്യൽ റവല്യൂഷണറീസ്, കൾച്ചറൽ ഫിഗേഴ്സ്, അതേപോലെ സാംസ്കാരിക നായകത്വങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള ലേഖനങ്ങളാണ് മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നത്. അപ്പം അതായത് അധികാരത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ, അധികാരത്തെ അപനിർമ്മിക്കാനും അതിനെ മറികടന്നുകൊണ്ട് പ്രത്യാശയുടെ ഒരു പ്രഭാവത്തെ കാണിക്കാനും ശേഷിയുള്ള ഒരു ജീവിതക്രമം. അപ്പോൾ കീഴാളമായ നൈതികമായ ലോകബോധം യഥാർത്ഥത്തിൽ ബ്രാഹ്മണിസത്തിൻ്റെ സർവാധിപത്യപരമായ സ്വഭാവത്തെ മറികടക്കാൻ ശേഷിയുള്ള ഇരുട്ടിൻ്റെ തന്നെ വെളിച്ചമാണ് എന്ന് പറയുന്ന ഉൾക്കാഴ്ച ഈ ലേഖനങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പം തന്നെ ഇതാണ് പൊതുവിൽ ഈ ലേഖനങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുമ്പം തന്നെ 2 ദാർശനിക പ്രമേയങ്ങൾ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നതാണ്. പ്രത്യാശയെക്കുറിച്ച് നമുക്ക് നിലവിലുള്ള സങ്കല്പങ്ങൾ വളരെ വിപുലമാണ്. പ്രത്യേകിച്ച് അരിസ്റ്റോട്ടിൽ മുതൽ ഹൈഡഗർ വരെയും, അതായത് പാശ്ചാത്യ ചിന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധൻ മുതൽ മുഹമ്മദ് നബി വരെ വരുന്ന പൗരസ്ത്യ ചിന്തകരും പ്രത്യാശയെക്കുറിച്ച്, ഹോപ്പിനെ കുറിച്ച് വളരെയധികം ആലോചിക്കുകയും അതിൻ്റെ പ്രയോഗ രൂപങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയും പ്രയോഗവൽക്കരണത്തിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണകൾ പരിശോധിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിലനിൽക്കുന്നതായി കാണാം. പലതരത്തിലുണ്ട്, ചുരുക്കത്തിൽ 2 തരത്തിലുള്ള സങ്കല്പങ്ങൾ നിലനിൽക്കുന്നതാണ്. ഒന്ന് എന്ന് പറയുന്നത് ഒരു സുവർണമായ, ഫാസിസത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും, സുവർണമായ ഭൂതകാലത്തെ ഒരു ആര്യൻ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണികമായ ഒരു സുവർണമായ ഭൂതകാലത്തെ ഉയർത്തിയെടുത്തുകൊണ്ട് അതിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് വർത്തമാന കാലത്തുണ്ടാവുന്ന സന്നിഗ്ധതകളെ, വർത്തമാനകാലത്തുണ്ടാകുന്ന പ്രതിസന്ധികളെ, ജീവിതത്തിലുണ്ടാകുന്ന അസമത്വങ്ങളെയൊക്കെ മറികടക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള സങ്കല്പം. അതായത് ഭൂതത്തിൻ്റെ വർത്തമാനത്തിലേക്കുള്ള വരവ്, ഭൂതത്തെ വർത്തമാനത്തെ വിമോചിപ്പിക്കും എന്ന് പറയുന്ന ഒരു സങ്കല്പം. 2 എന്ന് പറയുന്നത് നമ്മൾ ദൈവശാസ്ത്രത്തിലൊക്കെ സാമാന്യമായി കാണുന്ന, അതായത് ഇന്നുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യവും പീഡനാത്മകവുമാണ്. പക്ഷേ ഒരിക്കൽ ദൈവരാജ്യം വരും, ദൈവരാജ്യം നമ്മളെ വിമോചിപ്പിക്കും എന്ന് പറയുന്ന ഒരു സങ്കല്പം. എന്നാൽ ബാബുവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പുറത്തു നിന്നോ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ വെളിച്ചം വരുന്ന രക്ഷക സ്വഭാവമുള്ള വെളിച്ചങ്ങൾ വരുന്ന തരത്തിലുള്ള ഒരു പ്രത്യാശയല്ല നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ചിതറി നിൽക്കുന്ന കീഴാളമായിട്ടുള്ള ലോകബോധത്തെയും അതിൻ്റെ നൈതികമായ ജീവിത രീതിയെയും വീണ്ടെടുത്തുകൊണ്ട് വർത്തമാനത്തിൽ തന്നെ പുതുക്കിപ്പണിയുക, പ്രത്യേകിച്ച് അവകാശത്തെയും അധികാരത്തെയും അതേപോലെ ഉത്തരവാദിത്വത്തെയും നീതിയെയും കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ തന്നെ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷാനിർഭരമാക്കുന്ന ഒരവസ്ഥയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്നതല്ല, ഇരുട്ടിൻ്റെ തന്നെ വെളിച്ചം നിലനിൽക്കുക എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്.
രാഷ്ട്രീയത്തെക്കുറിച്ച് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഇത് നെടുനീളമുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ആധുനികമായ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ദേശീയവാദത്തിൻ്റെയും അതേപോലെ വർഗരാഷ്ട്രീയത്തിൻ്റെയും അതേപോലെ നിരവധി സ്വത്ത് രാഷ്ട്രീയങ്ങളുടെയും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു സ്വത്ത് രാഷ്ട്രീയമാണ്. കാരണം അത് നമുക്ക് പുറത്ത് അധികാരത്തെ കാണുകയും ആ അധികാരം നമുക്ക് എങ്ങനെയാണ് അവകാശങ്ങളെ നിഷേധിക്കുന്നത് ചിന്തിക്കുകയും ആ അധികാരത്തെ എതിർത്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ റീക്ലെയിം ചെയ്യുന്നതുമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗാന്ധിയുടെ ദേശീയവാദ പദ്ധതികൾ കൊളോണിയൽ ശക്തികളെ ഇന്ത്യയിലെ ആളുകളുടെ അധികാരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതായി കാണുകയും അതിനെതിരായിട്ടുള്ള ഒരു സമരമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് വർഗരാഷ്ട്രീയത്തെ സംബന്ധിച്ചും ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് അധികാരം നമുക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് പുറത്ത് നിൽക്കുകയും എന്നാൽ നമുക്ക് മുകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നായി കാണുന്ന ഒരു രീതി. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അത് തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു. അതുകൊണ്ട് ആ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളിയുടെ ഒരു അധികാര വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ഒരു അധികാര വ്യവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന്. ഈ ചിന്തയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് അത് ഫെമിനിസ്റ്റിലായാലും മറ്റു പല ചിന്താധാരകളിലായാലും അവകാശ നിഷേധത്തെ റീക്ലെയിം ചെയ്യുമ്പോൾ, അധികാരിയിൽ നിന്ന് റീക്ലെയിം ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം അതിൻ്റെ സ്വഭാവത്തെ വീണ്ടെടുക്കുന്നത്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവകാശത്തെ അല്ലെങ്കിൽ അധികാരത്തെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ കീഴാളമായ രാഷ്ട്രീയ അവബോധം പലപ്പോഴും ഉത്തരവാദിത്വം, നീതി തുടങ്ങിയ സങ്കല്പങ്ങൾ ഉള്ളടങ്ങിയതാണ്. അതായത് ഇപ്പോൾ അംബേദ്കർ തന്നെ പറയുന്നത് എൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള സങ്കല്പത്തെ നിർണയിച്ചത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന് അധികാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒന്ന് ഉത്തരവാദിത്വം, 2 എന്ന് പറയുന്നത് അവകാശം. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാധാരണയായി ആധുനികമായ രാഷ്ട്രീയ പദ്ധതികൾ കാണാത്ത ഒന്നാണെന്നും അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ പ്രയോഗം പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് മതങ്ങളിലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലും ബുദ്ധിസത്തിലുമാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം അദ്ദേഹം കണ്ടിട്ടുള്ളതെന്നും അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സങ്കല്പമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതേപോലെ നീതിയെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ അവകാശം, ഉത്തരവാദിത്വം, സ്വാതന്ത്ര്യം, നീതി, ഇത്തരത്തിലുള്ള ഒരു ബൈനറി യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും സ്വാതന്ത്ര്യം ലിബറലിസത്തിൻ്റെ ഒരു ഘടകമായും പലപ്പോഴും നീതി എന്ന് പറയുന്നത് പലപ്പോഴും തുല്യത അല്ലെങ്കിൽ നീതി തുടങ്ങിയ പദാവലികൾ പലപ്പോഴും റാഡിക്കലിസത്തിൻ്റെ പദാവലികളായും കാണുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ റാഡിക്കലിസത്തിൻ്റെ തന്നെ മാറ്റിപ്പണിയുന്ന, തന്നെ നൈതികമാക്കുന്ന, തൻ്റെ തന്നെ ചെയ്തികളെ പുനഃപരിശോധിക്കുന്ന നൈയാമികമായ വ്യവസ്ഥകളെ അംബേദ്കർ വീണ്ടെടുക്കുന്നത് യഥാർത്ഥത്തിൽ മതങ്ങളിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇരുട്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന മതങ്ങളുടെ നൈതിക വ്യവഹാരത്തെയാണ് അംബേദ്കർ വീണ്ടെടുക്കുന്നത്, ജനാധിപത്യത്തിനായി വീണ്ടെടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചം വീണ്ടെടുക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് തീർത്തും എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. ഇതിൻ്റെ പരിചയമല്ല, ഇതിൻ്റെ അപരിചിതമായ
മേഖലകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഇത് വായിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.